ഹായ്, എസ് വി ആർ ഐഡിയാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻ്റർലോക്ക് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നാണ്. അതിനുവേണ്ടി ഞാൻ 5 ഇൻ്റർലോക്ക് അച്ച് ഓർഡർ ചെയ്തിരുന്നു. അത് വന്നിട്ടുണ്ട്. അത് 5 ഞാൻ വരുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ കൂടുതൽ വേണ്ടവർക്ക് അതിൽ കൂടുതൽ മേടിക്കാം. ഉണ്ടോ, ഇതാണത് അച്ഛാ. അത് നല്ല ഗ്രിപ്പാണ്. ഉണ്ടോ, നല്ല ഗ്രിപ്പുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കാം എന്ന് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ബേബി മെറ്റിലും എംസാൻഡുമാണ് വേണ്ടത് കേട്ടോ. പീസാൻഡല്ല, എംസാൻഡാണ് വേണ്ടത്. അത് ഞാൻ ആദ്യം ഇട്ടപ്പോൾ ശകലം കൂടിപ്പോയി. ഇപ്പം നമുക്ക് ഒരളവ് കിട്ടുന്നുണ്ട്. അളവ് ചട്ടിയാണ്. ഇത് നമ്മുടെ വീട്ടിലെ ഉരുളയാണ് കേട്ടോ. ഇതാണ് എൻ്റെ അളവ്. അപ്പോൾ നമ്മൾ ബേബി മെറ്റിൽ ശകലം കൂടുതൽ ഇടണം. അപ്പോൾ എൻ്റെ ഒരു അളവ് വെച്ചിട്ടാണ് ഇടുന്നത്. എൻ്റെ കറക്റ്റ് അളവൊന്നും അറിയത്തില്ല. എന്നാലും ഞാൻ ശകലം മെറ്റിൽ ശകലം കൂടുതൽ ഇട്ടിട്ടുണ്ട്. അതായത് ആ ഉരുളിക്ക് അരയ്ക്ക് മേളിൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബീസാൻഡ് എടുക്കല്ലേ, എംസാൻഡാണ് നല്ലത്. അങ്ങനെ എംസാൻഡ് എടുത്ത് നമ്മളത് നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്യണം. അതിന് ശേഷം ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ അച്ചിൽ നമ്മൾ ഓയിൽ നല്ലപോലെ പുരട്ടി കൊടുക്കണം. അച്ചിൻ്റെ എല്ലാ സൈഡിലും നല്ല വൃത്തിയായിട്ട് നമ്മൾ പുരട്ടി കൊടുക്കണം. ഇത് നമുക്ക് പെട്ടെന്ന് കട്ട ഉണങ്ങി കഴിഞ്ഞ് പെട്ടെന്ന് നമുക്കത് വിട്ട് കിട്ടാൻ ഒരുപാട് സഹായിക്കും. ഇത് നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പം ഞാനങ്ങനെ വർക്ക്ഷോപ്പിൽ നിന്ന് മേടിച്ച ഓയിലാണ് കേട്ടോ. പഴയ ഓയിൽ, പഴയതാണെങ്കിലും മതി. അതൊഴിച്ച് എല്ലാ വശത്തും നല്ല വൃത്തിയായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അത് തേച്ച് പിടിപ്പിക്കാൻ നോക്കണം. എങ്കിലേ നമുക്ക് അത് അച്ചിൽ നിന്ന് വിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ മൊത്തം സ്ഥലത്തും തേച്ച് പിടിപ്പിക്കുക. ഇനി നമുക്ക് നമ്മുടെ അച്ചിലോട്ട് ഇടുന്ന വിധമാണ് കേട്ടോ. നമ്മുടെ ഓയിൽ എല്ലാ വശത്തും നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിന് മുന്നേ നമുക്ക് ഗ്രൗട്ട് റെഡിയാക്കണം. ഗ്രൗട്ട് റെഡിയാക്കിയിട്ട് ഗ്രൗട്ട് വേണം ആദ്യം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഗ്രൗട്ട് ഒഴിക്കുമ്പോഴും ശ്രദ്ധിക്കണം, എല്ലാ വശത്തും ഗ്രൗട്ട് ചെല്ലണം കേട്ടോ. ഗ്രൗട്ട് എല്ലാ വശത്തും നല്ലപോലെ തന്നെ ചെല്ലണം. അതിനുശേഷം നമ്മുടെ ചാന്ത് മിശ്രിതം നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാ മൂലയിലും എന്തെങ്കിലും ചെറിയ കമ്പ് വെച്ച് സൈഡിലെ മൂലയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എല്ലായിടത്തും ചാന്ത് ചെല്ലും കേട്ടോ. എന്നിട്ട് പതുക്കെ ഒന്ന് കുലുക്കി കൊടുക്കണം. അപ്പം അതിൻ്റെ അകത്തുള്ള എയർ മേളിലോട്ട് പൊങ്ങി വരും കേട്ടോ. നല്ലപോലെ ഒന്ന് കുലുക്കി എല്ലാ സൈഡിലോട്ടും ചാന്ത് നമ്മളാക്കണം. എഡ്ജൊക്കെ കറക്റ്റ് ആകണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം കേട്ടോ. നല്ലപോലെ ഒന്ന് കുലുക്കി കൊടുക്കുക. അപ്പോൾ ചാന്ത് നല്ലപോലെ താഴോട്ടൊക്കെ ഇറങ്ങും. മൊത്തം ഫില്ല് ചെയ്യണം കേട്ടോ. നമ്മൾ കറണ്ട് വെച്ച് പതുക്കെ ഇങ്ങനെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഓക്കെ അല്ലേ, ഫുള്ളായിട്ട് ഇങ്ങനെ ലെവൽ ചെയ്യാം. വെള്ളം ഒരുപാട് കൂടിപ്പോയില്ല, ഏകദേശം ഈ പരുവയാവും. ഇത് ഫില്ലായിട്ടുണ്ട്. അപ്പം നമുക്കിതിന് ഇനി ഉണങ്ങാൻ വെക്കാം, വെയിലത്ത് വെക്കാം. വെയിലത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, തണലും കുഴപ്പമില്ല. അത് ഒരു ദിവസം കഴിഞ്ഞിട്ടേ എടുക്കാവുള്ളൂ. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിറ്റേ ദിവസം എടുക്കാവുള്ളൂ, അന്ന് തന്നെ നമ്മൾ എടുക്കാൻ പാടില്ല. എങ്കിലേ അത് സെറ്റാകത്തുള്ളൂ. നല്ലപോലെ ഉണങ്ങട്ടെ. ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. നമുക്കെന്തായാലും കട്ട എടുത്ത് നോക്കാം. എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. നമുക്കെന്തായാലും ഒന്ന് നോക്കാം. പതുക്കെ ഇങ്ങനെ എടുക്കുക. ഉണ്ടോ, അടിപൊളി ഉണ്ടാവുക. നല്ലപോലെ അതിൻ്റെ ഗ്രിപ്പൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ആ ഓയിൽ ഒഴിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ലപോലെ പെട്ടെന്ന് വന്ന് നമ്മൾ ഇളക്കി എടുത്തുണ്ട്. അതിൻ്റെ ഗ്രിപ്പ് കണ്ടോ, നല്ലപോലെ വന്നിട്ടുണ്ട്. സൈഡ് എഡ്ജെല്ലാം പക്കയായിട്ടുണ്ട് കേട്ടോ. അതാണ് സിമെൻറ്റൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഇറക്കി എന്തെങ്കിലും വടി വെച്ചോ എല്ലാം കുത്തി ഇറക്കി കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ എഡ്ജൊക്കെ നല്ല രീതിയിൽ തന്നെ വരും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഈ കട്ടയെ വെള്ളത്തിലിടുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര ദിവസം വെള്ളത്തിലിട്ടാൽ അത് അത്രയും നല്ലതാണ് ആ കട്ടയ്ക്ക്. എത്ര ദിവസം വെള്ളത്തിലിട്ടാലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു ദിവസമേ ഇടാൻ പറ്റുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് സൗകര്യമില്ല, ഒരു ബോക്സേ ഉള്ളൂ. അങ്ങനെ ആവുമെന്ന് നമുക്ക് അറിയത്തില്ല. ഇട്ട് നോക്കി എല്ലാം പൊടിഞ്ഞു പോവില്ലെന്ന് അറിയത്തില്ല.
അതിന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനെന്തായാലും ഒരു ദിവസം ഇടുന്നുള്ളൂ. നമ്മുടെ കട്ട ഏകദേശം കുറച്ച് പൂർത്തിയായിട്ടുണ്ട്. മൊത്തം പൂർത്തീകരിക്കാൻ കഴിയത്തില്ല, നല്ല മഴയാണ്. എന്തായാലും ആ കുറച്ച് കട്ട നമുക്ക് വാതിക്കലിടേണ്ട ഒരു അത്യാവശ്യം വന്നു. കാരണം എന്ന് വെച്ചാൽ അതൊന്ന് കാണിച്ചു കൊടുക്കുക. അവിടെ വെള്ളമാണ് വാതിക്കൽ, വെള്ളം ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ അതിന് നമ്മൾ ഇത്രയും ഭാഗമാണ്, ഇത്രയും ഭാഗത്ത് നമുക്ക് ഇടാമെന്ന് നോക്കാം. ആ വെള്ളം നമുക്ക് ഇങ്ങോട്ട് വരുന്നു. ഞങ്ങളുടെ റോഡ് കണ്ട നല്ല ഭംഗിയുള്ള റോഡാണ് ഞങ്ങളുടേത്. അങ്ങ് അറ്റം വരെ വെള്ളമാണ്, അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല മഴയായതുകൊണ്ട്. മഴ ഇനിയും കനക്കുമ്പോൾ ഈ വെള്ളമല്ല ഞങ്ങളുടെ പെരയ്ക്കകത്തോട്ട് കയറാനുള്ള വെള്ളമാണ്. അപ്പോൾ അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് ഇട്ട് പോവാം. മൊത്തം തികയോ എന്നറിയത്തില്ല, എങ്കിലും നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് ഇട്ട് പോകാനുള്ള പരിപാടി. അപ്പോൾ നമുക്കിതൊന്ന് ലെവൽ ചെയ്യാം. ഇത് വെച്ചിട്ട് നമുക്ക് തറയൊന്ന് നമുക്ക് ഒന്ന് ലെവലാക്കി കൊടുക്കാം. അങ്ങനെ ഏകദേശം നമ്മൾ മണ്ണെല്ലാം ഒന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്. നല്ല പോലെ ആയിട്ടില്ല, നല്ല മഴയാണ്, അതുകൊണ്ട് നമ്മളൊന്ന് ഓടിച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇവിടെ നമ്മളൊരു ചെറിയൊരു തടുക്ക് വിരിച്ചിട്ടുണ്ട്. ഇത് കണ്ട, ഈ തടുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന കാരണം കട്ട താഴായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്താണ് കട്ട സെറ്റ് ചെയ്തത്. കണ്ട, ഇനി നമുക്ക് അവിടുന്ന് ഇങ്ങനെ വിരിച്ചു വരാം. ഇത്രയും ഭാഗത്തേ ഉള്ളൂ, കുറച്ച് കട്ടേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കട്ട ഇനി നമുക്ക് റെഡിയാക്കേണ്ടി വരും. എന്തായാലും ഇത്രയും ഭാഗത്ത് ഈ മഴ വെള്ളം ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തോട്ട് നമുക്കിങ്ങനെ കട്ട നമുക്ക് നിരത്തിട്ട് തുടങ്ങാം. നല്ല ലെവലല്ല എങ്കിലും നമുക്കൊന്ന് നോക്കാൻ റെഡിയാക്കി. ഇതെല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ പതുക്കെ ഇതിന് താഴെ മെറ്റിലാണ് ഇടേണ്ടത്. പക്ഷെ നമുക്കിപ്പോൾ നമ്മൾ മെറ്റില്ല, നമ്മൾ മണ്ണിൽ തന്നെ നിരത്തുവാണ്. എന്താവുമെന്ന് നമുക്ക് പിന്നീട് നോക്കാം. ലാസ്റ്റ് നമുക്ക് ഇതൊന്ന് ഉറപ്പിച്ചും കൊടുക്കാം. ഇങ്ങനെ ലോക്ക് ചെയ്ത് പോയാൽ മതി. നല്ല ഗ്രിപ്പുണ്ട് കണ്ടോ. ഇത് നല്ല നമ്മൾ റെഡിയാക്കിയിട്ട് നല്ല ഗ്രിപ്പൊക്കെ വന്നിട്ട് കണ്ടോ. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് ലെവലാക്കി മൊത്തം നിരത്തി നമുക്ക് പോവാം. ഓക്കെ അല്ലേ, മണ്ണായതുകൊണ്ട് നമ്മൾ ഇടിച്ചു കൊടുത്താൽ മതി. അപ്പം ഇരുന്നോളും. ഇച്ചിരി ലെവലാക്കുവാണെങ്കിൽ ഉള്ള മെറ്റിലിട്ടിരുന്ന നല്ല സെറ്റായി. നമുക്കിപ്പോൾ അതിനുള്ള സമയമില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ മുറ്റത്ത് നിറച്ച് വെള്ളമായിരിക്കും. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഇവിടെ പെരയുടെ അകത്തൊക്കെ വെള്ളമാണ്, വയററ്റം വെള്ളം ഉണ്ടായിരുന്നു മുറിയുടെ അകത്തുമല്ല. നമുക്ക് തൽക്കാലം വെള്ളം ചവിട്ടാൻ നമുക്ക് അകത്ത് കയറാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മൊത്തം ചെയ്തിട്ട് ഇടാനിരുന്നതാണ്. പക്ഷേ മൊത്തം നമുക്ക് മഴ സമ്മതിക്കുന്നില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ നിരത്തി പോവാം. അപ്പോൾ ഇങ്ങനെ പോകുന്നിടത്ത് നെറ്റിലുണ്ടായിരുന്നു, പക്ഷേ നമ്മളിപ്പോൾ നെറ്റിലിടാനുള്ള സമയമൊന്നുമില്ല. എന്നിട്ട് പുറത്ത് തന്നെ നമ്മൾ ചെയ്ത് പോവുക. നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ മീഷോയിൽ നിന്ന് എടുത്തതാണ്. 5 അച്ചുണ്ട്, അത് 1500 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. ഒരു ദിവസം 5 എണ്ണം ഉണ്ടാക്കാം. ഒരു ദിവസം നമുക്ക് 5 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അച്ചു കൂടുതൽ മേടിക്കേണ്ടവർക്ക് മേടിച്ച് പെട്ടെന്നാക്കാം. അപ്പോൾ വേണ്ട ഇങ്ങനെ ഏകദേശം ഇത് നമ്മൾ ചരടൊക്കെ കിട്ടിയാണ് ചെയ്യേണ്ടത്. ചരട് കിട്ടിയിട്ടാണ്, നമ്മളിപ്പോൾ ചരടൊന്നും കിട്ടുന്നില്ല, നമ്മൾ ചുമ്മാ അങ്ങ് നിരത്തി പോവുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ മൊത്തം വിരിച്ചിട്ട് ഇനി കാണിക്കാം. അടുത്ത അങ്ങനെ നിരത്തി കൊടുത്തോ. അങ്ങനെ ഏകദേശം ഇത് നമ്മളിവിടെ എല്ലാം അങ്ങ് വിരിച്ച് കഴിഞ്ഞു. വേണ്ട ലെവലൊന്നുമല്ല, എങ്കിലും നമ്മൾ ഒരുമാതിരി ലെവലാക്കിയിട്ടുണ്ട്. ഈ കട്ടോടെ വെക്കുമ്പോൾ നമ്മുടെ അവസാനത്തെ കട്ട ഫിനിഷിങ് അല്ല. ഇനി നമുക്ക് ഇവിടുന്ന് വെള്ളം നനയാതെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. അതായിരുന്നു നമ്മുടെ ഉദ്ദേശം കേട്ടോ. ഇത് കണ്ടോ, അത് ഇവിടെ അല്ല, നമുക്ക് വെള്ളം നനയാതെ നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റും. ഇതായിരുന്നു ഉദ്ദേശം. ഇനി നമുക്ക് സൈഡ് സിമെൻറ്റ് ഇട്ടൊന്ന് ഇവിടെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. സിമെൻറ്റ് ഇടുക, അവിടെ ഒന്ന് സിമെൻറ്റ് ഇടുക, വെള്ളമുള്ളിടത്തൊക്കെ ഒന്ന് സിമെൻറ്റ് ഇട്ട് അടച്ചു കൊടുക്കുക. ഓക്കെ ഓക്കെ
അപ്പം കട്ടയെല്ലാം നമ്മൾ ഇടിച്ചിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ സൈഡ് ലെവലാക്കി കൊടുക്കാം. ഇനി നമ്മൾ ചാന്തെടുത്ത് ഈ സൈഡൊക്കെ ഇല്ലേ കട്ടയുടെ എഡ്ജൊക്കെ നമുക്ക് ഇങ്ങനെ ലെവലാക്കി കൊടുക്കാം. ഇത് അറിയാവുന്നവര് കണ്ട ഒന്നും പറയരുത്. എന്താന്ന് വെച്ചാലേ നമുക്കറിയാവുന്ന പോലെ നമ്മൾ ചെയ്യുന്നു. അറിയാവുന്നവർ ചെയ്യുവാണ്. നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ നമുക്ക് വെള്ളം ഇങ്ങോട്ടേക്ക് വരരുത്. നമുക്ക് വെള്ളം നനയാതെ നമുക്ക് അകത്തോട്ട് കയറണം. അതാണ് അതിൻ്റെ ഉദ്ദേശം. നമുക്ക് കട്ട മുഴുവനായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നമ്മളത് മുഴുവനൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ലെവൽ കേട്ടോ. ആ സൈഡൊക്കെ ഞങ്ങൾ ഇപ്പോൾ സിമെൻറ്റ് ഇട്ട് ഞാൻ റെഡിയാക്കിയാണ്. അതുപോലെ തന്നെ ഈ സൈഡിൽ നമ്മളിനി അവിടുന്ന് ഇതൊന്ന് ലെവലാക്കി അങ്ങോട്ട് കൊടുക്കും. നമുക്കപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് അകത്തോട്ട് കയറാൻ പറ്റും. ആ എഡ്ജൊക്കെ ഇത് കണക്ക് തന്നെ നമ്മൾ സിമെൻറ്റ് ഇട്ട് ലെവലാക്കി അകത്തോട്ട് കയറാൻ പറ്റുന്ന വെച്ചാലേ വെള്ളം എല്ലാം കൂടെ ഇവിടെ ഇച്ചിരി കഴിയുമ്പോൾ മഴ 2 ദിവസം ശക്തിയായി പെയ്യുവാണിത്. ഇവിടെ എല്ലാം അങ്ങ് വെള്ളമായിട്ട് ഈ അവിടെ നിൽക്കുന്ന വെള്ളം പൊങ്ങിയിട്ട് നമ്മുടെ ഈ വാതിലിലോട്ട് വരും. അപ്പോൾ ഇവിടെ എല്ലാം വെള്ളമായിരിക്കും. നമുക്ക് നനയത്തില്ല. ഇനി നമ്മുടെ മുറ്റത്ത് വീണാൽ ഞങ്ങളുടെ റോഡാണ്. അപ്പോൾ ഇവിടെ ഇപ്പോഴേ വെള്ളം 2-3 ദിവസം അടുപ്പിച്ച് മഴ പെയ്യുവാണെങ്കിൽ ഇതെല്ലാം കൂടി ഇങ്ങോട്ടേക്ക് കയറും. അപ്പം അതുകൊണ്ടാണ്. അപ്പം അല്ലെങ്കിൽ മുഴുവൻ ഉണ്ടാക്കിയിട്ട് ഇടാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. പക്ഷെ ഇതിപ്പോൾ മഴ ഇപ്പം ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ടാണ് ഉള്ളത് ഉണ്ടാക്കിയത്. നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്. അതിപ്പോൾ മുഴുവനാക്കിയിട്ട് നമുക്ക് അത് കാണിക്കാം. പിന്നെ പെയിൻറ്റോടെ നമുക്ക് അടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പം മഴയത്ത് നമുക്ക് നടക്കത്തില്ല. ഇപ്പം അടിച്ചാൽ ഒലിച്ചു പോകും. നമുക്ക് അടിച്ചാൽ എല്ലാം പെയിൻ്റ് എല്ലാം ഒലിച്ചു പോകും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് നമുക്ക് പെയിൻ്റ് അടിച്ചിട്ട് അത് അങ്ങനെ നമ്മുടെ ലോക്ക് കെട്ട് എല്ലാം വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്യണം. നല്ലപോലെ തൂത്ത് ഒരു മണ്ണ് പോലും ഇല്ലാതെ നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് പെയിൻ്റ് അടിക്കുകയാണ്. നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് പെയിൻ്റ് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലപോലെ നമ്മൾ ഇതെല്ലാം തൂത്തിട്ട് വേണം പെയിൻ്റ് അടിക്കാൻ. അവിടെ നമ്മുടെ ലോക്ക് കെട്ട് എല്ലാം വിരിച്ചിട്ടുണ്ട് കേട്ടോ. സൈഡെല്ലാം നമ്മൾ സിമെൻറ്റ് വെച്ച് ഇവിടെ ഈ സൈഡാണ്. സൈഡെല്ലാം സിമെൻറ്റ് വെച്ച് നമ്മൾ അടച്ചിട്ടുണ്ട് കേട്ടോ. സൈഡെല്ലാം നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഈ സൈഡെല്ലാം നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് പെയിൻ്റ് അടിക്കുകയാണ്. തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഒന്ന് പെയിൻ്റ് അടിക്കും. ഇപ്പോൾ നമ്മുടെ അടുത്ത ഘട്ടം നമ്മുടെ പെയിൻ്റ് അടിയാണ്. പെയിൻ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ കളറാണ് ടൈൽ കാർഡാണ് അടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിനി തല അടിച്ചു കൊടുക്കാം. നോക്കാം. അടിക്കുന്നതിന് മുന്നേ നല്ലപോലെ ക്ലീൻ ആക്കണം കേട്ടോ. മണ്ണ് ഒന്നും കാണില്ല, അഴുക്കൊന്നും കാണില്ല, പൊടിയൊന്നും കാണില്ല. നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് 2 കോട്ട് വേണം അടിച്ചു കൊടുക്കാൻ കേട്ടോ. ഞാൻ നല്ലപോലെ എല്ലായിടവും കൊള്ളിച്ച് അടിച്ചു കൊടുക്കുക. 2 കോട്ട് അടിക്കണം കേട്ടോ. ഞാൻ മഴയായതുകൊണ്ടാണ് ഇതെല്ലാം പെട്ടെന്ന് ചെയ്യുന്നത്. കട്ടയിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് അടിച്ചാലും കുഴപ്പമില്ല. ഇനി ഇത് ഇതിൻ്റെ ഫുള്ളടിച്ചിട്ട് ബാക്കി കാണിക്കാം. ഓക്കെ. അങ്ങനെ പെയിൻറ്റിൻ്റെ പണിയും പൂർത്തിയായിട്ടുണ്ട്. കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ശകലം വിടവൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. നമുക്കറിയാവുന്ന രീതി നമ്മൾ ഇട്ടതാണ്. അതുമല്ല നമ്മൾ താഴെ മെറ്റിലൊന്നും ഇട്ടിട്ടില്ലല്ലോ. കണ്ടോ, ഫുള്ളായിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട്. 2 കോട്ട് അടിക്കണം കേട്ടോ. 2 കോട്ട് അടിക്കണം. ഉണ്ട്. ഇപ്പം നമുക്ക് അവിടെ നിന്ന് നേരെ വന്ന് കയറാം. ഇപ്പോൾ നമ്മുടെ പണി ഏകദേശം തീർന്നിട്ടുണ്ട്. പെയിൻറ്റ് കൂടെ അടിച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് നോക്കി. ഇടയ്ക്കിടയ്ക്ക് ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. എൻ്റേതായ ഒരു ഐഡിയക്ക് ആണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പല മോഡൽ നമുക്ക് ചെയ്യാം ഈ പെയിൻറ്റ് വെച്ച്. നമ്മളുള്ള പെയിൻറ്റ് വെച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തതാണ് കേട്ടോ. ഇപ്പോൾ എങ്ങനെയുണ്ട് ഒന്ന് കാണിച്ച് ഒന്ന് നോക്കട്ടെ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഓക്കെ അല്ലേ? സെറ്റല്ലേ? അവിടെ നിന്ന് നടന്ന് അതോട്ട് കയറാം. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊന്ന് അഭിപ്രായം പറഞ്ഞേ. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ അല്ലേ? വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.